എല്ലാവർക്കും നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വന്നത് മഹാത്മാഗാന്ധി കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ടുള്ള ലെഫ്റ്റനൻറ്റ് ഡോക്ടർ ബിനുകുമാർ ബിജയാണ്. നമസ്തേ സാർ. നമസ്കാരം സാർ. ഈ ബഡ്ജറ്റ്, അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു വരുന്നൊരു സമയമാണ്. എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് കേരളത്തിന് ഉപകാരപ്രദമാകുന്നത് എന്നുള്ള ചോദ്യങ്ങളും വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങ് മഹാത്മാഗാന്ധി കോളേജിലെ ഒരു എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അപ്പോൾ അങ്ങയുടെ ഒരു അനാലിറ്റിക്സ് പ്രകാരം ഇത് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് കേരളത്തിന് അനുയോജ്യമായിട്ട് വരാൻ പോകുന്നത്? അതായത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിച്ചൊരു ബഡ്ജറ്റാണ്. അപ്പോൾ ഈ ഒരു വർഷ കാലയളവിലേക്കുള്ള വിഭാവനമല്ല ഈ ബഡ്ജറ്റിലേക്ക് ഉള്ളത്. വിവിധ തരത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള, സസ്റ്റൈനബിളായിട്ടുള്ള, ഇൻക്ലൂസീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ കാണാനായിട്ട് പറ്റും. അതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ദൈനംദിനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ കടമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൈമറി ഡെഫിസിറ്റ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓൺ റവന്യൂ, സ്റ്റേറ്റ് ടാക്സ് ഓൺ റവന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ സ്വന്തം വരുമാനം കണ്ടെത്തിക്കൊണ്ട് സ്വന്തം വരുമാനം ഉയർത്തി നമ്മുടെ കേരളത്തെ ഒരു 24% വളർച്ച കൈവരിക്കുന്ന ഒരു സംസ്ഥാനമാക്കി ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ മുഖ്യമന്ത്രി ധനകാര്യം പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷന് മുമ്പിട്ട് തന്നെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു വിഷയമായിരുന്നു പൂച്ചപറ്റ് കിടക്കുന്ന ഖജനാവാണ്, എങ്ങനെയാണ് ഇതിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ അതുമായി ബന്ധപ്പെട്ട് 5000 കോടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഇനി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് കേരള ഭാവിക്ക് അനുയോജ്യമായിട്ട് പോകാൻ പോകുന്നത്? അതായത് പ്രധാനമായിട്ടും നമ്മുടെ നോളജ് ഇക്കോണമി പരമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം വരുന്നുണ്ട്. ബ്ലൂ ഇക്കോണമി പരമായിട്ടൊരു പ്രധാനപ്പെട്ട ഘടകം വരുന്നുണ്ട്. അതുപോലെ ലാൻഡ് മാനേജ്മെൻറ്റ് പോളിസി. മുൻ സമയങ്ങളിലെല്ലാം നമ്മുടെ സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ലാൻഡ് ഹോൾഡിംഗ് ആയിരുന്നു. നമ്മുടെ ഭൂമിയെ ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തം വന്ന് നമ്മുടെ കാർഷിക മേഖലയെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു പോളിസിയാണ് നമ്മൾ ഇനി ഉള്ള സമയങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കാർഷിക മേഖല, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ വരുന്ന വരുമാനം കുറയുന്നുണ്ട്. ഇപ്പോൾ ക്രൈസിസുകളായാലും ഹോർമോസിൻ്റെ കേസായാലും ഇറാൻ്റെ പ്രശ്നങ്ങളായാലും നമ്മുടെ കേരളത്തിലും അതുപോലെ ഗ്രാമീണ മേഖലകളിൽ പോലും ഇതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ സ്റ്റേറ്റിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആക്കിക്കൊണ്ട്, ഒരു സെൽഫ് സഫിഷ്യൻറ്റ് സ്റ്റേറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തി എടുക്കുന്ന രൂപത്തിൽ നമ്മുടെ ഓൺ ഇൻകം മറ്റ് മേഖലകളെ, അതായത് നമ്മുടെ സെൻട്രലിൽ നിന്നുള്ള, കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻഡ് എല്ലാം കുറഞ്ഞു വരികയാണ്. ഏകദേശം 4700 കോടി രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാൻറ്റുകളെല്ലാം സീറോയിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കേരളത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് മാക്സിമം പരമാവധി വളർച്ചയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ പ്രധാനമായിട്ടും കാണാൻ കഴിയും. ഈ ബഡ്ജറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് റവന്യൂ റെസീപ്റ്റ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ് വരുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൽ നമ്മുടെ ഈ റവന്യൂ റെസീപ്റ്റ്സ് നമുക്ക് ഇവിടുന്ന് വരുന്ന വരുമാനങ്ങൾ, ടാക്സിലൂടെ വരുന്ന വരുമാനങ്ങളായാലും നോൺ ടാക്സിലൂടെ വരുന്ന വരുമാനങ്ങളായാലും. അപ്പോൾ നോൺ ടാക്സ് റവന്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും ഏകദേശം 76% ലോട്ടറി പരമായിട്ടുള്ള മേഖലകളിൽ നിന്നാണ് നമുക്ക് നോൺ ടാക്സ് റവന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ട്, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷനിൽ നിന്ന് നമുക്ക് വരുന്ന വരുമാനങ്ങൾ. അപ്പോൾ ഈ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റും അത്രയും നമുക്ക് നമ്മുടെ വരുമാന സ്രോതസ്സുകളെ ഉയർത്താനായിട്ട് പറ്റും. അപ്പോൾ വരുമാനം നമുക്ക് മാക്സിമം എത്രത്തോളം വരുമാനം ഉയർത്തിയെടുക്കാൻ പറ്റൂ, അതിലൂടെ മാത്രമേ നമുക്കൊരു സുസ്ഥിരമായിട്ടുള്ളൊരു വികസനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കടം ഏകദേശം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ആ കടത്തെ ഈക്വലൈസ് ചെയ്യണം. നമ്മുടെ GSDPയുമായിട്ട്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ വരുമാനമായിട്ട് ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്കൊരു എടുക്കുന്ന വികസനപരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്,
വളരെ ദീർഘവീക്ഷണത്തോടെയാണ് വി.ഡി. സതീശൻ ഈ ബഡ്ജറ്റ് വായിച്ചിട്ടുള്ളത്. ഇത് നാളെ 1 കൊല്ലത്തേക്കിനോ അല്ലെങ്കിൽ 2 കൊല്ലത്തേക്കിനോ മാത്രമല്ല, ഈ വരാൻ പോകുന്ന ഒരു 10-50 കൊല്ലത്തേക്കിന് ദീർഘവീക്ഷണപരമായിട്ടാണ് വി.ഡി. സതീശൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതെന്തുകൊണ്ടാണ് ആളുകൾ പറയുന്നത്? അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പോളിസി തന്നെ 2047 ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. അതിനെ ചുവട് വയ്ക്കുന്ന രീതിയിൽ കേരള ഗവൺമെൻറ് ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച്, ഇപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കൊരു സുസ്ഥിരമായിട്ടുള്ളൊരു വികസനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ 1 വർഷത്തെ കാലയളവിലേക്കുള്ള അലോക്കേഷൻസോ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയുള്ള വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മുടെ വരാനിരിക്കുന്ന കേരളത്തെ, ഒരു പുതുയുഗ കേരളത്തെ, അതായത് കേരളത്തെ മാക്സിമം എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള ഒരു കർമ്മ പദ്ധതികളാണ് പ്രധാനമായിട്ടും ഈ ഇതിലൂടെ എല്ലാം പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഓരോ സ്ലോട്ടുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം എങ്ങനെ ഇനി നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളത് വരുന്ന പോളിസികളിലൂടെ, വരുന്ന നയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ അങ്ങൊരു അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യുന്നത് പെട്ടെന്ന്, കാരണം വി.ഡി. സതീശൻ ഈ ബഡ്ജറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്ന ആദ്യം പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് ഞങ്ങൾ എവിടെ ജോലി കൊടുക്കുമെന്നാണ്. ഇപ്പോൾ നമ്മളെ പോലെ തന്നെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന പല വിദ്യാർത്ഥികളുണ്ട്. PGയും PhDയും എല്ലാം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ലഭിക്കാതെ നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയർമാർ പല വിധത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, ഡിഗ്രി കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് PGക്ക് പോകുന്ന ആളുകളുണ്ട്, PG കഴിഞ്ഞ് PhDക്ക് പോകുന്ന ആളുകളുണ്ട്. എന്നാലും അവർക്ക് ആർക്കും തൊഴിൽ കൊടുക്കാൻ ഇവിടെ ഒരു അവസരങ്ങളില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ അത് വന്നിട്ട് വളരെ വൈകാരികമായിട്ട് പറയുന്നൊരു കാര്യമുണ്ടായത്. ഈ ബഡ്ജറ്റ് അതെങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? അങ്ങനെ ഒരു അധ്യാപകനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ കിട്ടുമെന്നുള്ളതായിരുന്നു. വിദ്യ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഡിഗ്രീസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പോസ്റ്റുകളിലേക്ക് നമുക്ക് പോകാമെന്നുള്ളതായിരുന്നു. എന്നാൽ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ്. വിദ്യാഭ്യാസം ഉണ്ട്, അത് തൊഴിലില്ലായ്മയാണ്. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കേസെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഏത് രീതിയിലായാലും തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി വ്യാവസായിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സിനിമയെ വ്യവസായമാക്കിയതിൽ പ്രധാനപ്പെട്ട നടന്മാരും വ്യവസായികളും ഒക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. വളരെയധികം പ്രോത്സാഹനം ഇദ്ദേഹം ചെയ്ത്, മുഖ്യമന്ത്രി ചെയ്തത് നല്ല കാര്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ വ്യവസായവൽക്കരണത്തിലൂടെ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ വിദ്യാഭ്യാസത്തെ അങ്ങനെ വ്യവസായവൽക്കരണം വിദ്യാഭ്യാസം നേടുന്നത് വ്യവസായം ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുള്ളൂ. അതെ. ഈ ഇവിടുന്ന്, അതായത് ഇപ്പോഴത്തെ ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതികളിലെല്ലാം നമ്മൾ പണ്ട് തിയറി മാത്രം പഠിച്ചിറങ്ങുന്ന ഒരു സംവിധാനം അല്ല ഇപ്പോൾ. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള രീതികളാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള വിദ്യാഭ്യാസ മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ മാത്രമേ നമുക്കൊരു തൊഴിലധിഷ്ഠിതമായിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ല, അദ്ദേഹം അതിനകത്ത് പ്രൈവറ്റൈസേഷനെ പറ്റി പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ വരണമെന്ന്. ഇപ്പോൾ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ കോഴ്സുകൾ നിർമ്മിക്കണം. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഭാവി കേരളത്തിന് ഗുണകരമാകാൻ പോകുന്നത്? അത് ഈ ബഡ്ജറ്റിൽ അദ്ദേഹം പ്രകടമായി സൂചിപ്പിക്കാത്തൊരു ഫാക്ടറാണ് നമ്മുടെ വരുമാനം കണ്ടെത്തണമെന്നുള്ളത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നുള്ളത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നുള്ളതും വരുമാനം കണ്ടെത്തണമെന്നുള്ളതും നമ്മുടെ ഒരു മുഖ്യ അജണ്ടയായി മാറുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് പബ്ലിക് സെക്ടർ മേഖലയിലുള്ള വരുമാന സ്രോതസ്സുകൾ നമുക്കറിയാം. അപ്പോൾ അതിനെ നമ്മുടെ വികസനപരമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നേ പറ്റും. പ്രൈവറ്റ് മേഖലകളെ നമുക്ക് ആശ്രയിച്ചേ പറ്റും. ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകുമോ ഈ വിദ്യാഭ്യാസ? പ്രൈവറ്റ് മേഖലകളെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുമ്പോഴത്തേക്കും നമുക്ക് പല തട്ടിലുള്ള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഫീസിൻ്റെ കാര്യങ്ങളുണ്ട്, കൺസെഷനുണ്ട്. അപ്പോൾ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഈ കൺസെഷനുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് ഒരു ഷുവർട്ടി കൊടുക്കാനായിട്ട് പറ്റാതെ, അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതലയോടുകൂടി
പൂർണ്ണമായിട്ടുള്ള കൺട്രോളോടുകൂടി ഈ പ്രൈവറ്റ് മേഖലയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടും. ഒരു പ്രത്യേക വിഭാഗം മാത്രം പഠിച്ചുയർന്ന് പോകുന്ന ഒരു തലത്തെക്കുറിച്ചല്ല നമ്മളാരും ചിന്തിക്കുന്നത്. പണമുള്ളവനും പണമില്ലാത്തവനും പഠിക്കേണ്ട സാഹചര്യങ്ങളോട് ഒരുങ്ങണം. അപ്പോൾ ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പ്രൈവറ്റ് മേഖലയെ ഉയർത്തുമ്പോൾ നമ്മുടെ ഈ കുട്ടികളെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം കൂടെ ഒരുക്കിയാൽ മാത്രമേ ഇത് പറയുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. എന്താണെങ്കിലും വരാൻ പോകുന്ന വിദ്യാഭ്യാസ നയങ്ങൾ കേരളത്തിന് അനുയോജ്യമായിരിക്കുമോ? വരാൻ പോകുന്ന അതായത് നോളജ് ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, ഈ പ്രാഗ്മാറ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ പറ്റും. OBE ആണ്, ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലഘട്ടമാണ്. അതെ. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് ഇല്ലാതെ ഔട്ട്കം ബേസ്ഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിലോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രോസസ്സിലോട്ടോ മാറാതെ നമുക്കിനി ഒരിക്കലും പിടിച്ചു പറ്റി പോകാനായിട്ട് പറ്റത്തില്ല. AI മറ്റ് കാര്യങ്ങളെല്ലാം വളരെയധികം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിലെല്ലാം ഫ്ലറിഷ്ഡ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ആയാലും നമ്മുടെ സ്റ്റുഡൻസ് ആയാലും എല്ലാം വളരെ നമ്മളന്ന് പഠിച്ച സമയത്തുള്ള ഒരു രീതികളോ അല്ലെങ്കിൽ ചിന്തകളോ ഒന്നും അല്ല കുട്ടികൾക്ക് ഇപ്പോൾ. അപ്പോൾ അവരുടെ ചിന്തകളെല്ലാം വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ആ ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിംഗ്, ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതിലൂടെ എല്ലാം ക്വാളിറ്റി എൻറിച്ച് ചെയ്യും. ആ വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ നടന്ന് വരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം അലയൊലികൾ ഉണ്ടാവുന്നു. അതെല്ലാം നമുക്ക് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. വരും ഭാവിയിൽ എന്തായാലും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും.